Hello, everyone. Yes, welcome back to the new podcast. നമ്മുടെ സമ്പത്തിന്റെ രഹസ്യങ്ങൾ എന്നുള്ള പോഡ്കാസ്റ്റിലെ ഇന്നത്തെ 5-ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, പണം സൃഷ്ടിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്, അവസരങ്ങൾ പിന്നെയാണ് എന്നുള്ളതാണ്. അതായത് മനസ്സാദ്യം, പണം പിന്നെ എന്നുള്ളതാണ്. നമ്മൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലർക്കും തോന്നുന്നത് പണം ഉണ്ടാക്കാൻ വലിയൊരു അവസരം വേണമെന്നുള്ളതാണ്. നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇത് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പല സമയത്ത്, പക്ഷേ അതിനെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് വിഷയം. അതായത് ബിസിനസ്സിൽ നമ്മൾ അവസരങ്ങൾക്കാണ് എപ്പോഴും സാധ്യതയും അല്ലെങ്കിൽ അവസരങ്ങൾ തേടിയാണ് നടക്കാറുള്ളത്. ഈ അവസരങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം നമുക്ക് പണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് ഏറെ ആൾക്കാർ ഉത്തരം പറയും. നിങ്ങളത് താഴെ കമന്റ് ആയിട്ടൊന്ന് പറയുക. നിങ്ങൾക്ക് അങ്ങനെയാണ് അനുഭവം, അല്ല അവസരങ്ങളാണ് നിങ്ങൾക്ക് കാശുണ്ടായി എങ്കിൽ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കൊള്ളും. എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും അറിഞ്ഞതുമായ അനുഭവത്തിൽ, പണം വരുന്നതിന് മുമ്പ് അതിനുള്ള മനസ്സ് നമ്മൾ സൃഷ്ടിക്കണമെന്നുള്ളതാണ്. അതാണ് ഈ നിയമം. അതുകൊണ്ട് തന്നെയാണ് ഈ 100 ഡേയ്സ് പോഡ്കാസ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും ഈ മനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനും, മനസ്സിലേക്ക് ഞാൻ എന്നെ തന്നെ സ്റ്റാമ്പ് ചെയ്യാനും, മറ്റുള്ളവരെ അതിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ്, ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എല്ലാ ദിവസവും ഇടുന്ന റീൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതും നമുക്ക് വീഡിയോസും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും മറ്റും നമുക്ക് സാധ്യതയൊക്കെ കൂടി വരുന്നതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ് ഈ കാര്യത്തിൽ. ഓരോ ബിസിനസ് ചെയ്യുന്നവർക്കും എക്സ്പീരിയൻസ് ഓൾവേസ് ടു ബി ഷെയർഡ് എന്ന് പറയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോഴാണ് അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കാനും തയ്യാറാകുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തും. ഓക്കെ, വേറെ ബിസിനസ് അല്ല, ഈ ബിസിനസ്. അപ്പൊ മറിച്ച് നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ പണം, സമൃദ്ധി, സാധ്യത ഇവയെക്കുറിച്ച് ചിന്തിച്ചാൽ ആ ചിന്ത തന്നെയാണ് പുതിയ അവസരങ്ങളെ നിങ്ങളുടെ വഴികളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ള തത്വം. മറിച്ച് എനിക്ക് കഴിയില്ല, എൻ്റെ സമയം മോശമാണ്, ലോകം മുഴുവൻ നഷ്ടത്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ബിസിനസ് പൊതുവെ കുറവാണ്, ലോകം മുഴുവൻ അന്യായത്തിന്റെ പിറകെയാണ് പോകുന്നത് എന്ന് പോലുള്ള ചിന്തകൾ, പല പല ചിന്തകളും നമ്മൾക്ക് ഉണ്ടാവാറുണ്ട്. ഈ ചിന്തകൾ പണം കാണാതെ പോകാനുള്ള കാരണം തന്നെയായി മാറുന്നു എന്നുള്ളതാണ് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ആദ്യം മനസ്സ് ഉണ്ടാവണം, പിന്നെ പണം വരും. അപ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്, നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി എല്ലാം പുതിയതായി വളരാൻ തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പണം സൃഷ്ടിക്കുന്നതിലല്ല അത്ഭുതമുള്ളത്, പണം ആകർഷിക്കുന്ന മനസ്സ് സൃഷ്ടിക്കുന്നതാണ് യഥാർത്ഥ കല എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇന്നത്തെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ, എൻ്റെ ചിന്തയാണ് എൻ്റെ വരുമാനം എന്നൊന്ന് അറിയുക. അപ്പൊ ബിസിനസ് മാസ്റ്ററി ഹബിൽ ദ ലോ ഓഫ് വെൽത്ത് ആൻഡ് റീവയർ യുവർ ബിസിനസ് മൈൻഡ് സെറ്റ് എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും കാര്യങ്ങളെ സമീപിക്കാറുള്ളത്. നമുക്ക് പൊതുവെ പറയാറുള്ളത്, നമ്മൾ പണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധാരണക്കാരിൽ മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരും മിഡിൽ ക്ലാസ് സമ്പന്നരുമായ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്, പണം വരാൻ വേണ്ടി എപ്പോഴും ആഗ്രഹിച്ച് നടക്കുകയും പക്ഷേ പണത്തെ പറ്റിയിട്ടുള്ള ഭയവും സംശയവും അപര്യാപ്തതയും ഒക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണം എന്ത് ചെയ്യും? നമ്മൾ വിട്ടുപോവുക തന്നെ ചെയ്യും എന്നുള്ളത് പണത്തിന്റെ നിയമമാണ്. പക്ഷെ മനസ്സിൽ അവസരങ്ങളെ വിശ്വസിച്ചാൽ, മനസ്സിൽ നമ്മൾ സമൃദ്ധിയെ വിശ്വസിച്ചാൽ, സമൃദ്ധിയുടെ അർഹനാണ്, ബിസിനസ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ചിന്തയാണുള്ളതെങ്കിൽ ആദ്യം മനസ്സത് നിറയും, പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിറയുമെന്ന്. അപ്പൊ എൻ്റെ മനസ്സ് പണത്തിനായിട്ടുള്ള ഒരു ബോൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് മാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, മൈൻഡ് ആണ് ഫസ്റ്റ്, മണി നെക്സ്റ്റ് ആണ് എന്ന് തിരിച്ചറിയുക. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത സീരീസ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ ലോങ് ആക്കാതിരിക്കാൻ, വീഡിയോ വളരെ ഷോർട്ട് ആക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞേ. അപ്പൊ നമ്മൾ എപ്പോഴും ശാന്തമായ മനസ്സോടുകൂടി പ്രചോദനാത്മകമായ രീതിയിൽ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മവിശ്വാസവും ആഴത്തിലുള്ള ബിസിനസ്
ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇത് ഈ യാത്രയിൽ ഞാൻ ഇവിടെ ഈ ബിസിനസ് മാസ്റ്ററിയിൽ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിന്, എൻ്റെ ബിസിനസ് ബുക്ക് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതാണ് മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്നുള്ള ഒരു സാധാരണയായ ഒരു ബിസിനസ്സുകാരൻ ജസ്റ്റ് വൈ യു വോണ്ട് സ്റ്റാർട്ട് എ ബിസിനസ് എന്ന ചോദ്യത്തിൽ നിന്നും അയാൾക്ക് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഞാൻ എപ്പോഴും പറയുന്നത് ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഇസ് ഒരു നമ്മളെ സംബന്ധിച്ച് വൈ ഡു യു വാണ്ട് ടു ബിക്കം എ ബിസിനസ് മാൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്തിനാണ് നമ്മൾ ബിസിനസ് മാൻ ആകുന്നത്? അവിടെ നിന്ന് തുടങ്ങി ആ യാത്ര ഒരു എന്റർപ്രണർ മൈൻഡ് സെറ്റിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള ജേണിയാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മലയാളം വെർഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ എല്ലാ മേഖലയെ പറ്റി കൃത്യമായിട്ട് ഞാൻ ചെയ്ത, പഠിച്ച, അറിഞ്ഞ സംഭവങ്ങളെ, ഞാൻ കോച്ച് ചെയ്ത കോച്ചിങ് ബിസിനസ്സുകളെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോ ഒരാളുടെ വിഷൻ എന്ന് പറയുന്നത് ഇസ് ഇറ്റ് യുവർ വിഷൻ ടു റൺ യുവർ ഓൺ ബിസിനസ് എന്നാണെങ്കിൽ, ഓർ വുഡ് യു റാദർ pursue എ പ്രൊഫഷൻ ടു എ സർവീസ് ഓർഗനൈസേഷൻ? നമ്മൾ സാധാരണ ബിസിനസ്സുകാരൻ, ഒരു മിഡിൽ ക്ലാസ് ബിസിനസ്സുകാരന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ ബിസിനസ് തുടങ്ങുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറയും, എനിക്ക് ജോലി ചെയ്ത് മടുത്തന്നേ, എന്നിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്ന് പറയും. ഇത് വളരെ തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബിസിനസ്സിൽ ജോലി ചെയ്യാതെ കാശുണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ? നിങ്ങൾക്കറിയാം, നിങ്ങളും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതൊക്കെ തിരുത്തി കുറിക്കേണ്ട സമയമായിരിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടുക. അപ്പോൾ നിങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തിക്കൊള്ളൂ. നമുക്ക് അടുത്ത വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് വെച്ചു. നന്ദി, നമസ്കാരം. താങ്ക് യു. ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. കൂടുതൽ എന്നെ അറിയാനും കാര്യങ്ങൾ ഇവിടുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഞാൻ UAE എത്ര വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു വെരി മച്ച്.